ഷോക്കേറ്റ് മരിച്ച നമ്മുടെ മിഥുനെ കുറിച്ച് നമ്മൾ ആരും മറന്നു കാണില്ല. കാരണം നമ്മളെല്ലാവരെയും ഒരുപോലെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു അത്. അപ്പോൾ ശരിക്കും കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയുള്ള അപകട സന്ദർഭങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾഡ് SCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4ാം ക്ലാസ്സിൽ കെയർ ഫോർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുട്ടികൾക്ക് ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇനി പൊള്ളലേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്റർ 4ാം ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം കുട്ടികൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറേ കാര്യങ്ങളായിരുന്നു ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പോൾ അവർക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൻ്റെ അടുത്തൊരു പുഴയുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പാരൻസ് അതിനെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഷോക്ക് ഏൽക്കുന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും അപകടം സംഭവിക്കും എന്നുള്ള വീഡിയോ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുട്ടികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു സിറ്റുവേഷൻ അവരുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവരത് ചെയ്യാൻ വേണ്ടി പേടിക്കും. കാരണം അവരുടെ ഉള്ളിൽ ആ വീഡിയോസ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമായി കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ അത് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അവർ ആ ഒരു സൈഡിലോട്ട് പോവില്ല. സോ എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ സേഫായിട്ടിരിക്കുക.